AGNI family and എല്ലാ +1 മക്കൾക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ട് കാണുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം +1 സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അലോട്ട്മെന്റ് വന്ന എൻ്റെ എല്ലാ മക്കളും ഇപ്പോൾ പെർമനന്റ് ആയിട്ട് നമ്മുടെ സ്കൂളുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ഒരുപാട് മക്കളുണ്ട് നമ്മുടെ അലോട്ട്മെന്റിൽ വരാത്തവരും, അതുപോലെ തന്നെ ചെറിയ തെറ്റുകളൊക്കെ വന്നിട്ട് അഡ്മിഷൻ ക്യാൻസൽ ആയത് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോം ക്യാൻസൽ ആയിട്ട് പോയ ഒരുപാട് മക്കള് അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാനുള്ള ദിവസം ദേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ജൂലൈ 8. ജൂലൈ 8 മുതൽ, അതായത് ജൂലൈ 8 രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് കൊടുത്തു തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് സ്കൂളുകളിലേക്കാണ് കൊടുക്കുക എന്നുള്ളത് മിസ് ഒന്ന് പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ അഡ്മിഷൻസ് അല്ലെ, അലോട്ട്മെന്റിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻസ് എടുത്ത് ഒരുപാട് മക്കളുണ്ടാവും. പക്ഷേ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോഴും സീറ്റുകൾ ഒഴിവുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ആണിത്. അപ്പം നാളെ, അതായത് ജൂലൈ 8 നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണ് എത്ര സീറ്റുകൾ ഒഴിവുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നാളെ വരുന്നതായിരിക്കും. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കുക. അതായത് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ അപേക്ഷിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ സീറ്റിന് വേണ്ടിയിട്ട്, അതായത് അലോട്ട്മെന്റിന്, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിനനുസരിച്ചാണ് നിങ്ങൾക്ക് ആ വേക്കൻ്റ് ആയിട്ടുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം അഡ്മിഷൻസ് ലഭിക്കാതെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇനി ഒരു പ്രത്യേക കാര്യം, ആർക്കൊക്കെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതുകൂടെ മിസ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അതായത് ഇതുവരെ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റിലും അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്ന സമയത്ത് ഒരു സ്കൂളുകളും ലഭിച്ചില്ല എന്നുള്ള എൻ്റെ മക്കളുണ്ടാവില്ലേ. അപ്പോൾ ഒരു അലോട്ട്മെന്റും കിട്ടാത്ത മക്കൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷയ്ക്ക് സമർപ്പിക്കാത്തവർ, അതായത് നമ്മുടെ അലോട്ട്മെന്റ്സ് അപ്ലിക്കേഷൻസ് കൊടുക്കുന്ന സമയത്ത് പല കാരണങ്ങൾ വശാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷനേ കൊടുക്കാൻ പറ്റിയിട്ടില്ല, അലോട്ട്മെന്റിന് നിങ്ങൾ അപ്ലിക്കേഷനേ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഒരു കാറ്റഗറിയാണ്, അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുത്തി അല്ലേ, നിങ്ങളുടെ അപേക്ഷയിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തി നിങ്ങളുടെ അഡ്മിഷനോ അതോ അപ്ലിക്കേഷനോ ഒക്കെ ക്യാൻസൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണ് കേട്ടോ. അപ്പൊ ഈ കാറ്റഗറിയിലുള്ളവരാണ് നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപേക്ഷിക്കേണ്ടത്. ഇനി ചില പേർക്കുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്കൂളാണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, അപ്പോൾ എനിക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഇല്ല, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് വന്നു, ഇതിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് സ്കൂളുകൾ ലഭിച്ചിട്ടുണ്ട്, ഓൾറെഡി അലോട്ടഡ് ആയിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് കംപ്ലീറ്റ്ലി ഇതുവരെ അലോട്ട്മെന്റിൽ ഒന്നും പരിഗണിക്കാതെ ഒരു സ്കൂളുകളും കിട്ടാത്ത മക്കൾക്ക് മാത്രമുള്ളതാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തില്ല, അലോട്ട്മെന്റ് വന്നു പക്ഷെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇതുവരെ അലോട്ട്മെന്റിലും അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സിലും ഒന്നും ഭാഗമാവാത്ത ആൾക്കാർക്കാണ് എന്തുള്ളത്, നമ്മളുടെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉള്ളത്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്ലിമെന്ററി അലോട്ട്മെന്റ്, അതായത് നാളെ രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ വേഗം തന്നെ അലോട്ട്മെന്റ് ലഭിക്കാതെ, അതായത് ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഒന്നും ഇതുവരെ ഒരു സ്കൂളുകളും ലഭിക്കാത്ത മക്കളും അല്ലെ, അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ അപ്ലിക്കേഷൻസ് ക്യാൻസൽ ആയിട്ട് പോയിട്ട് അഡ്മിഷൻ, അതായത് അലോട്ട്മെന്റിലൊന്നും വരാതെ പോയ മക്കൾക്കും, അതുപോലെ തന്നെ ഇതുവരെ അപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കെല്ലാം അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യമാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സീറ്റുകൾ ഉള്ള സ്കൂളുകളിൽ തന്നെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വൈസായിട്ട് ആലോചിച്ച് നിങ്ങൾ അപ്ലിക്കേഷൻസ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.